ഇപ്പോൾ നിയമസഭയിൽ ജീവനക്കാരെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സംസാരിക്കുന്നു. ചട്ടവിരുദ്ധമായും സ്ഥലംമാറ്റ നടപടിയാണ് ഉണ്ടായിട്ടുള്ളത്. എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തുന്ന നിലയാണ് സ്വീകരിച്ചിട്ടുള്ളത്. സർ, ഇവിടെ കൃത്യമായി ബഹുമാനായ പ്രമേയ അവതാരകൻ രേഖ തന്നെ ഉദ്ധരിക്കുകയുണ്ടായി. ഒരു ഭരണകക്ഷി അനുകൂല സംഘടന നിർദ്ദേശം നൽകുകയാണ് ഇന്ന മാറ്റം നടത്തണമെന്ന്. അതേപോലെ തന്നെ ആ കാര്യം നടപ്പിൽ വരുത്തുകയും ചെയ്യുന്നു. സർ, ഇങ്ങനെ മാറ്റിയവരെ നോക്കിയാൽ ഗുരുതരമായ രോഗം ബാധിച്ചവർ, ദീർഘകാലമായി ചികിത്സയിലിരിക്കുന്നവർ, റിട്ടയർ ചെയ്യാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളവർ, വനിതകൾ, ക്ലാസ് 4 വിഭാഗം ജീവനക്കാർ, പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ജീവനക്കാർ, ഇങ്ങനെയെല്ലാം ഉള്ളവരെ സാധാരണ നിലക്ക് പ്രത്യേക പരിഗണന അർഹിക്കുന്നവരാണ് ഇവരെല്ലാം. പക്ഷേ അവരെയെല്ലാം തലങ്ങും വിലങ്ങും സ്ഥലം മാറ്റിയിരിക്കുന്നു. മനുഷ്യത്വരഹിതമായി വിദൂര സ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റുന്ന നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. സർ, ഇവിടെ കൃത്യമായി പ്രമേയ അവതാരകൻ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി, ഡേറ്റ് സഹിതം. സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുൻപ് തന്നെ ഒരു മാനദണ്ഡവുമില്ലാതെ സർക്കാർ ജീവനക്കാരെ സ്ഥലം മാറ്റുന്നതിനിടയാക്കിയ ചില സംഘടനാ ഭാരവാഹികൾ നൽകിയ കത്ത്, അതിൻ്റെ ഭാഗമായി നടപടിയെടുത്ത ഉദ്യോഗസ്ഥർ. സർ, അതിനാരാണ് അധികാരം നൽകിയത്? എങ്ങനെയാണ് അത്തരമൊരു അധികാര വിനിയോഗം നടന്നത്? ആരാണ് ഇവരെ ഇതിന് ചുമതലപ്പെടുത്തിയത്? സർ, നിയമപ്രകാരം ഇവർക്ക് എന്ത് അധികാരമാണ് ഇതിനൊക്കെയുള്ളത്? ഇത്തരം ഉത്തരവുകൾ പുറപ്പെടുവിച്ച ഉദ്യോഗസ്ഥർ, അവർ ആരായാലും ഇതെല്ലാം പൊതു താൽപ്പര്യത്തിനാണ് എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. അവർക്ക് സ്ഥാനമാനങ്ങൾ നൽകിയതിനെക്കുറിച്ച് ഇവിടെ പറയുകയുണ്ടായി. അത് കൃത്യമായി കാര്യങ്ങൾ ചെയ്തതിൻ്റെ ഉപകാരസ്മരണയായിരിക്കാം. സർ, പൊതു താൽപ്പര്യം നിശ്ചയിക്കാൻ ഇവർക്കാരാണ് അധികാരം നൽകിയിട്ടുള്ളത്? ഇത്തരം ഉത്തരവുകൾ പ്രഥമദൃഷ്ട്യാ ശരിയല്ല എന്ന് കണ്ടതുകൊണ്ടാണല്ലോ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ഉത്തരവുകൾ സ്റ്റേ ചെയ്യുന്ന നിലയുണ്ടായത്. സർ, അത് യഥാർത്ഥത്തിൽ ഗൗരവത്തിലെടുക്കേണ്ട ഒരു കാര്യമല്ലേ? സർ, ഇവിടെ സംഘടനാ ലെറ്റർ ഹെഡിൽ സ്ഥലം മാറ്റ നിർദ്ദേശം നൽകി അതിനുള്ള ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നതിനിടയാക്കിയ അത്തരം വകുപ്പ് മേധാവികളെ ഭീഷണിപ്പെടുത്തി ഉത്തരവ് ഇറക്കിച്ചവരുണ്ട്. സർ, അത്തരം ആളുകൾക്കെതിരെ നടപടിയെടുക്കാൻ തയ്യാറാകണ്ടേ? ഇവിടെ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ തയ്യാറാകേണ്ടതായിട്ടുണ്ട്. മാനദണ്ഡങ്ങൾ മറികടന്ന് ഇതേവരെ നടത്തിയിട്ടുള്ള സ്ഥലമാറ്റങ്ങൾ എല്ലാം പുനഃപരിശോധിക്കുകയും അത് റദ്ദാക്കുകയും ചെയ്യുന്നതിനുള്ള ആർജവം സർക്കാർ കാണിക്കേണ്ടതായിട്ടുണ്ട്. സർ, ചില സ്ഥാപിത താൽപ്പര്യക്കാരെ അഴിഞ്ഞാടാൻ വിട്ടാൽ എങ്ങനെയാണ് ജനതാൽപ്പര്യം സംരക്ഷിക്കാനാവുക? ഈ രീതിയാണ് തുടരാൻ പോകുന്നതെങ്കിൽ കാണേണ്ടത് അധികാരത്തിൻ്റെ ഇടനാഴികളിൽ പവർ ബ്രോക്കർമാരും ദല്ലാളന്മാരും അധികാരം സ്ഥാപിച്ച് ആധിപത്യം സ്ഥാപിച്ച് വലിയ തോതിലുള്ള അഴിമതിക്ക്
വഴിയൊരുക്കുമെന്നതാണ്. ഈ രീതി തിരുത്തിയേ പറ്റൂ. അത് ഭരണമാറ്റത്തിൻ്റെ പേരിൽ ന്യായീകരിക്കുന്നത് ഒരു തരത്തിലും യോജിച്ചതല്ല. ഈ അനീതിക്കെതിരെ ജീവനക്കാർ പ്രക്ഷോഭരംഗത്ത് വന്നത് കണ്ടില്ലേ? ഇന്നലെ നടന്ന നിയമസഭാ മാർച്ച് ഒരു മുന്നറിയിപ്പായി കാണേണ്ടതായിട്ടുണ്ട്. സർ, 2000-ഓളം ജീവനക്കാരെയാണ് ഈ ചുരുങ്ങിയ കാലയളവിൽ സ്ഥലം മാറ്റിയിട്ടുള്ളത്. നമ്മുടെ മന്ത്രി സ്റ്റാഫിലേക്ക് വരുന്ന ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയതിൻ്റെ ഭാഗമായിട്ടുള്ള എണ്ണമല്ല ഇത്. ഇവിടെ ഓർക്കേണ്ട കാര്യം, 2016 LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ സർക്കാർ ജീവനക്കാരുടെ സ്ഥലമാറ്റത്തിന് പൊതുമാനദണ്ഡങ്ങൾ നിശ്ചയിച്ചുകൊണ്ട് 2017 ഫെബ്രുവരി 25 ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ആ ഉത്തരവിന് അനുസൃതമായി ഓരോ വകുപ്പും പ്രത്യേക നിബന്ധനകൾ ഉൾപ്പെടുത്തി ഓൺലൈൻ സ്ഥലം മാറ്റം പ്രാവർത്തികമാക്കുകയായിരുന്നു. സർ, ഇതോടെ സംഭവിച്ചൊരു കാര്യമുണ്ട്. സ്ഥലം മാറ്റം സുതാര്യവും മാനദണ്ഡപ്രകാരവും അഴിമതിരഹിതവുമായി എന്നതാണ്. ആ തരത്തിലാണ് സ്ഥലം മാറ്റം ഇവിടെ നടന്നിരുന്നത്. സർ, അധ്യയന വർഷം ആരംഭിക്കുന്നതിന് മുൻപ് നടപടികൾ പൂർത്തീകരിക്കുക എന്ന കാഴ്ചപ്പാടോടെയാണ് വിവിധ വകുപ്പുകൾ പൊതുസ്ഥലം മാറ്റത്തിനുള്ള നടപടികൾ സ്വീകരിക്കുന്നത്. അതനുസരിച്ച് നടപടിക്രമങ്ങൾ പാലിച്ച് തയ്യാറാക്കിയ കാര്യങ്ങൾ നടപ്പാക്കാൻ ആ ഘട്ടത്തിൽ പെരുമാറ്റച്ചട്ടം വന്നുകൊണ്ട് സാധിച്ചിട്ടുണ്ടാവില്ല. അത് കൃത്യമായി പരിശോധിച്ചല്ലേ കാര്യങ്ങൾ നീക്കേണ്ടിയിരുന്നു. എന്ത് അപാകതയാണ് അതിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുക? സർ, ഇവിടെ മറ്റൊരു പ്രശ്നവും ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഉന്നയിക്കുകയാണ്. അത് കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടതാണ്. കരാറടിസ്ഥാനത്തിൽ തുടർച്ചയായി സേവനം നടത്തി വരുന്ന അവിടെയുള്ള ജീവനക്കാർ, അവരിൽ ചിലരെ നോട്ടീസ് പോലും നൽകാതെ പിരിച്ചുവിടുന്ന നടപടിയിലേക്ക് കടക്കുന്നുവെന്ന വാർത്തകൾ വന്നിട്ടുണ്ട്. സർ, ഇവർക്കെല്ലാം സ്ഥിര നിയമനത്തിന് അർഹതയുണ്ട് എന്ന് വിവിധ ഘട്ടങ്ങളിൽ കോടതികൾ തന്നെ വ്യക്തമാക്കിയ കാര്യമാണ്. ഇത് ഇത്തരത്തിൽ ഉള്ള ആളുകളുടെ ജോലി കളയുന്നത് ഒരു തരത്തിലും മനുഷ്യത്വപരമായിരിക്കില്ല എന്ന് ഓർമ്മിക്കണം. സർ, ഇവിടെ അദ്ദേഹം പരാമർശിക്കാത്തൊരു കാര്യത്തെപ്പറ്റി പറയുകയുണ്ടായി. അതുകൂടി സ്പർശിച്ചു പോകുന്നത് നല്ലതാണെന്നാണ് തോന്നുന്നത്. അങ്ങക്ക് ഇനി എത്ര സമയം കൂടെ വേണം? ഇനി 2 മിനിറ്റേ വേണ്ടു. നവമാധ്യമങ്ങളിൽ വരുന്ന ചില ട്രോളുകൾ ഷെയർ ചെയ്തതിൻ്റെ പേരിൽ റിട്ടയർമെൻറ്റിന് തൊട്ട് മുൻപ് ജീവനക്കാരെ സർവീസിൽ സസ്പെൻഡ് ചെയ്യുന്ന നടപടിയെടുത്തതായി കണ്ടു. സർ, അതെത്രമാത്രം ക്രൂരതയാണെന്ന് നോക്കണം. അസഹിഷ്ണുതാപരമായ നടപടിയായിട്ടല്ലേ അത് മാറുന്നത്? ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും എന്നാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത്. സർ, കൃത്യമായ സർവീസ് സീനിയോറിറ്റിയും പരിഗണനാർഹമായ ഇതര യോഗ്യതകളും അനുസരിച്ച് സുതാര്യമായി നടത്തിവരുന്ന പൊതുസ്ഥലം മാറ്റം, അതാണ് കേരളത്തിൽ നടന്നു വന്നത്. അത് അട്ടിമറിക്കുന്നത് തീർത്തും ജനാധിപത്യ വിരുദ്ധമാണ്. ഇത് നമ്മുടെ ബഹുമാനായ മന്ത്രി പറഞ്ഞ കാര്യങ്ങളിൽ ഇത് തന്നെ ആവർത്തിക്കുമെന്ന സൂചനയാണ് ഉണ്ടായിട്ടുള്ളത്. നീതിരഹിതമായ സ്ഥലം മാറ്റം തുടരും എന്ന തരത്തിലാണ് അദ്ദേഹം ഇവിടെ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. അതിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാനും എൻ്റെ കക്ഷിയും വാക്കൗട്ട് ചെയ്യുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.